ഹലോ മക്കളെ, വെൽക്കം ടു ദ ഡേ 1 ഓഫ് എക്സ്പ്ലോറിംഗ് മധുര. രാവിലെ തന്നെ അപ്പോൾ കുളിച്ച് ഫ്രഷായി ഇനി നമുക്ക് മധുര കാണാൻ പോയാലോ? ഇവിടെ മെയിനായിട്ട് 2 രീതിയിൽ ട്രാൻസ്പോർട്ടേഷൻസ് അവൈലബിൾ ആണ്. ഈ റിക്ഷയാണ് അതിൽ മെയിനായിട്ട്. പക്ഷേ നമ്മുടെ ഹിന്ദി ജപജപ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ 20 രൂപയ്ക്ക് അവർ 100 രൂപ നമ്മുടെ നിന്ന് വാങ്ങും. സോ ഓട്ടോക്കാരോട് ഉടക്കാൻ വയ്യാത്തത് കൊണ്ടും ഹിന്ദിയിൽ ഞാൻ PhD ആയതുകൊണ്ടും ഞാനൊരു സ്കൂട്ടി അങ്ങ് റെന്റിനെടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ആദ്യം ഞാൻ എത്തിയത് ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമായ ജന്മഭൂമിയിലാണ്. കഥകളിൽ കേട്ടിട്ടുള്ള സംസ്ഥാന ജയിലും ക്ഷേത്രവും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഹൈ സെക്യൂരിറ്റി ആയതുകൊണ്ട് തന്നെ അകത്തേക്ക് ക്യാമറയ്ക്ക് പ്രവേശനമില്ല. അതൊക്കെ കണ്ട് അവിടുത്തെ 3rd എൻട്രി വഴി ഇറങ്ങിക്കഴിഞ്ഞാൽ കുറെ കടകൾ നമുക്ക് കാണാൻ പറ്റും. ചെറിയ പൈസയ്ക്ക് കുറച്ച് സുവനീർസും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറ്റിയ സ്ഥലമാണത്. അതിന്റെ ഇടയിൽ ഒരു അമ്മച്ചി വന്നിട്ട് നെറ്റിയിൽ കുറച്ച് ആർട്ട് വർക്കൊക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 5 രൂപയുടെ ആർട്ട് വർക്ക് ആയതുകൊണ്ട് കൊള്ളാം, കുഴപ്പമില്ല, ഒരു രസമൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് ഒരു മധുര സ്പെഷ്യൽ ലസ്സിയും അകത്താക്കി നമുക്ക് യാത്ര തുടരാം. അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ കൻസ്ക്വേലയാണ്. ഫാഷൻ പേരിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട, ഇത് കംസന്റെ കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങൾ തന്നെയാണ്. യമുന നദിയുടെ തീരത്തായതുകൊണ്ട് തന്നെ നല്ല കാറ്റൊക്കെ കൊണ്ട് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അവിടുന്ന് നേരെ പോവാം നമുക്ക് രമൺ രീതിയിലേക്ക്. ഉണ്ണിക്കണ്ണൻ കളിച്ചു വളർന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ആൾക്കാർ ഇവിടുത്തെ മണ്ണ് ഭയങ്കര സേക്രഡ് ആയിട്ടാണ് കാണുന്നത്. ഇവിടുത്തെ ഭക്തിയും വിശേഷങ്ങളും ഒക്കെ കണ്ട് ഇരുട്ടുന്നതിന് മുന്നേ തന്നെ നമുക്ക് മധുരയിലെ ഓൾഡ് സ്ട്രീറ്റ്സ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഉള്ള കെട്ടിടങ്ങളും പഴയ കാലത്തെ പോലത്തെ പെട്ടിക്കടകളും മധുര സ്വീറ്റ്സും എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. മധുരയിൽ വന്ന ഈ തെരുവുകളിൽ കണ്ട് നടക്കാൻ വേണ്ടിയിട്ട് ആരും മറന്നു പോവല്ലേ. പിന്നെ നല്ല ഒരു സൺസെറ്റ് ഒക്കെ കണ്ട് പോകുന്ന വഴി മധുര ക്ലോക്ക് ടവറും കണ്ട് നേരെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായ വിശ്രം ഘാട്ടിലേക്ക് പോവാം. ഇവിടുത്തെ യമുന ആരതി എല്ലാ ദിവസവും 7:30 തുടങ്ങുന്നത്. അതൊക്കെ കണ്ട് ഭക്തി നിർഭരമായ ഒരു മനസ്സുമായിട്ട് കുറച്ച് മധുര പേടയും കഴിച്ച് ക്ഷീണിച്ച് തളർന്നു. അപ്പൊ ഇന്നത്തെ പര്യടനം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാം. അപ്പോൾ ഡേ 2 വിശേഷങ്ങൾ കാണാൻ വേണ്ടിയിട്ട് അടുത്ത പാർട്ട് വരെ വെയിറ്റ് ചെയ്തോ. ബൈ ബൈ.